ഈ വെക്കേഷൻ കാലത്തെ അവസാനത്തെ ക്ലാസ് റിലീസിനാണല്ലോ പൃഥ്വിരാജ് ചിത്രമായ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന മൂവിയും മെഗാസ്റ്റാറിന്റെ ടർബോ എന്ന ചിത്രവും ഒരുങ്ങിയിരിക്കുന്നത്. മെയ് 16 തീയതി പൃഥ്വിരാജ് മൂവി തിയേറ്ററിൽ എത്തുമ്പോൾ ജയ 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 ഹേ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷമാണ് സംവിധായകൻ മറ്റൊരു ചിത്രമായിട്ട് എത്തുന്നത്. ആ ഒരു പ്രത്യേകതയും കൂടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ചിത്രത്തിനുണ്ട്. പൃഥ്വിരാജിന്റെ കൂടെ ജയ 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 ഹേ എന്ന ചിത്രത്തിലെ നായകൻ ബേസിൽ ജോസഫും കൂടെ കൈകോർക്കുന്ന സമയത്ത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ പ്രേക്ഷകനും കാത്തിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷയിൽ ഒട്ടും കുറവില്ലാതെ തിയേറ്ററിലെത്തുന്ന മമ്മൂക്ക ചിത്രമാണല്ലോ ടർബോ. വൈശാഖ് സംവിധാനം ചെയ്യുന്ന സമയത്ത് മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ കൈകാര്യം ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ഒരു ചിത്രം കാണാൻ ഏറെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. പഞ്ചിന് പഞ്ച്, ഫൈറ്റിന് ഫൈറ്റ്, അങ്ങനെ എല്ലാത്തര എന്റർടൈൻമെന്റും കൂടെ ചേർത്ത ഒരു സിനിമ തന്നെയായിരിക്കും ടർബോ എന്നാണ് അണിയറയിൽ നിന്നും വരുന്ന വിവരം. രണ്ട് സിനിമക്കും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു മലയാള സിനിമയ്ക്ക് 100 കോടിയും 150 കോടിയെല്ലാം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ ഈ ഒരു രണ്ട് സിനിമക്കും ഒരു കെൽപ്പുണ്ട്. ഇനി തിയേറ്ററിൽ വേഗം എത്താൻ ഇരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന IMDb റേറ്റിംഗിൽ രണ്ടാമത്തെ പൊസിഷനിലാണ് മമ്മൂക്ക ചിത്രമായ ടർബോ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് വേണ്ടുവോളം ഹൈപ്പ് ഉണ്ട് എന്ന് വേണം പറയാൻ. ഒരാഴ്ചത്തെ വ്യത്യാസത്തിന് ശേഷം രണ്ട് സിനിമയും തിയേറ്ററിൽ എത്തുന്ന സമയത്ത് രണ്ട് ചിത്രത്തിനും പോസിറ്റീവ് റിപ്പോർട്ട് നേടി മലയാള സിനിമയ്ക്ക് വീണ്ടും പുത്തൻ ഉണർവ് സമ്മാനിക്കാൻ ഈ രണ്ട് സിനിമക്കും സാധിക്കട്ടെ. നിങ്ങൾ ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്? ടർബോ, ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന മൂവി? ജസ്റ്റ് കമന്റ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട്സ്.